1995 നവംബർ 14 ബീജിംഗിലാണ് ഈ കഥ നടന്നത്. അർദ്ധരാത്രിയിൽ ബസ് ടെർമിനലിൽ നിന്ന് ബസ് 375 സ്റ്റാർട്ട് ചെയ്തു. ഇത് രാത്രിയിലെ അവസാനത്തെ ബസ് ആയിരുന്നു. അതിന്റെ ലക്ഷ്യസ്ഥാനം ഫ്രാഗ്രൻസ് ഹിൽസ് ആയിരുന്നു. ഡ്രൈവറും ഒരു വനിതാ കണ്ടക്ടറും മാത്രമായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. രാത്രിയിൽ കൊടും തണുപ്പും ശക്തമായ കാറ്റും വീശുന്നുണ്ടായിരുന്നു. സമ്മർ പാലസിനോട് ചേർന്നുള്ള സൗത്ത് ഗേറ്റിൽ അത് നിർത്തി. ഡോർ തുറന്നപ്പോൾ 4 യാത്രക്കാർ കയറി. ഒരു വൃദ്ധ, ഒരു യുവദമ്പതികൾ, ഒരു യുവാവ്. യുവദമ്പതികൾ മുൻവശത്തെ ഡ്രൈവറിന്റെ തൊട്ടു പിന്നിലുള്ള സീറ്റിൽ ഇരുന്നു. വൃദ്ധയും യുവാവും ബസിന്റെ മറുവശത്ത് വാതിലുകൾക്ക് അരികിൽ ഇരുന്നു. രാത്രിയിൽ ബസ് ഓടിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത് എഞ്ചിന്റെ സൗണ്ട് മാത്രമായിരുന്നു. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ബസിന് നേരെ കൈ കാണിച്ചുകൊണ്ട് വഴിയരികിൽ 2 നിഴലുകൾ ഡ്രൈവർ കണ്ടു. ഡ്രൈവർ വണ്ടി നിർത്തി വാതിൽ തുറന്നപ്പോൾ അത് 3 പേരുണ്ട്. 2 പേർ അപ്പുറവും ഇപ്പുറവുമായി മൂന്നാമത്തെ ഒരാളെ തോളിൽ താങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. നടുവിലുള്ള ആൾക്ക് ബോധമില്ലാത്തതുപോലെ തല കുനിച്ചു കിടക്കുന്നു. ആർക്കും അവരുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. വളരെ നീളമുള്ള വലിപ്പമുള്ള കമ്പിളി പോലത്തെ ഒരു പുതപ്പ് അവരുടെ തലയും മുഖവും മൂടിയിരുന്നു. അവർ അകത്തേക്ക് കയറിയപ്പോഴാണ് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ഡ്രൈവറും അമ്പരുന്നത്. വളരെ പുരാതനമായ ക്വിങ് രാജവംശത്തിൽ നിന്നുള്ള പരമ്പരാഗത ചൈനീസ് വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. അവർ ബസ്സിനുള്ളിൽ പ്രവേശിച്ച് മറ്റു യാത്രക്കാരെയും കടന്ന് ബസിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിലേക്ക് ചെന്നു. ബസ് മുന്നോട്ടേക്ക് നീങ്ങി. അവരുടെ വേഷവിധാനങ്ങളെല്ലാം കണ്ട് മറ്റു യാത്രക്കാരെല്ലാം ഭയന്ന് പരിഭ്രാന്തരായി നോക്കി. വനിതാ കണ്ടക്ടർ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പേടിക്കണ്ട, അവർ സമീപത്തൊരു കോസ്റ്റ്യൂം ഡ്രാമ ഷൂട്ട് ചെയ്യുന്ന അഭിനേതാക്കൾ ആയിരിക്കാം. ജോലി കഴിഞ്ഞ് അവർ മദ്യപിച്ച് വസ്ത്രം മാറാൻ മറന്നിരിക്കാം. ബസിന്റെ പുറകിലിരിക്കുന്ന അപരിചിതരായ 3 പേരെ ബസ്സിലുണ്ടായിരുന്ന വൃദ്ധ തിരിഞ്ഞു നോക്കി. ഭയാനകമായ ഒരു നിശബ്ദത ആ ബസ്സിനുള്ളിൽ തളം കെട്ടി നിന്നു. യാത്രക്കാരിൽ ആരും ഒന്നും മിണ്ടിയില്ല. പുറത്ത് വിസിൽ മുഴങ്ങുന്ന കാറ്റ് മാത്രമാണ് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞത്. 3-4 സ്റ്റോപ്പുകൾ കഴിഞ്ഞ് യുവദമ്പതികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ് പിന്നെയും മുന്നോട്ട് നീങ്ങി. രാത്രി ഒരുപാട് വൈകി. ഡ്രൈവർക്ക് ഉറക്കം വരാതിരിക്കാനാകണം ഡ്രൈവർ കണ്ടക്ടറുമായി ചിരിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. പെട്ടെന്ന് ആ ബസ്സിലുണ്ടായിരുന്ന വൃദ്ധ ചാടി എഴുന്നേറ്റ് തന്റെ മുന്നിലിരുന്ന യുവാവിനെ അടിച്ചു. അവൻ തന്റെ പേഴ്സ് മോഷ്ടിച്ചുവെന്ന് എല്ലാവരോടും പറഞ്ഞ് അവർ വലിയ ബഹളമുണ്ടാക്കുകയായിരുന്നു. യുവാവ് എഴുന്നേറ്റ് നിന്ന് ആ വൃദ്ധയുമായി തർക്കിക്കാൻ തുടങ്ങി. എന്നാൽ വൃദ്ധ അവന്റെ കോളറിൽ പിടിച്ച് ഡ്രൈവറോട് അവരെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടണമെന്നും ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണെന്നും പറയുന്നു. ആ യുവാവിന് ഒന്നും പറയുവാനില്ലായിരുന്നു. ബസ് നിർത്തിയപ്പോൾ വൃദ്ധ യുവാവിനെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രിയിൽ ആ ബസിന്റെ വെളിച്ചം തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നോക്കി വൃദ്ധയും യുവാവും നിന്നു. വൃദ്ധ ആശ്വാസത്തിൽ നെടുവീർപ്പിട്ടു. എവിടെയാണ് പോലീസ് സ്റ്റേഷൻ? യുവാവ് ചോദിച്ചു. പോലീസ് സ്റ്റേഷനില്ല, വൃദ്ധ മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ്. എന്ത്? നിങ്ങൾ എങ്ങനെയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്? അമ്പരപ്പോടെ യുവാവ് പറഞ്ഞു. ആ 3 പേരും പ്രേതങ്ങളായിരുന്നു, വൃദ്ധ മറുപടി പറഞ്ഞു. അവർ ബസ്സിൽ കയറിയപ്പോൾ മുതൽ എനിക്ക് അവരെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. അതിനാൽ ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ജനാലയിലൂടെ ഒരു കാറ്റ് വീശുകയും അവരുടെ വസ്ത്രങ്ങൾ ചെറുതായി പറന്നപ്പോൾ ഞാൻ വ്യക്തമായി കണ്ടു അവർക്ക് 3 പേർക്കും കാലുകളില്ലായിരുന്നു. ചെറുപ്പക്കാരൻ ആ വൃദ്ധയെ അത്ഭുതത്തോടെ നോക്കി. അവൻ വിയർക്കുവാൻ തുടങ്ങി. അയാൾക്കൊരു വാക്കും പറയാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തുള്ളൊരു ടെലിഫോൺ ബൂത്തിൽ കയറി വൃദ്ധ പോലീസിനെ വിളിച്ച് താൻ കണ്ട കാര്യം പറഞ്ഞു. അടുത്ത ദിവസം ബസ് 375 സ്റ്റേഷനിൽ എത്തിയില്ല. അത് അപ്രത്യക്ഷമായി. പോലീസ് നഗരം മുഴുവൻ തിരിഞ്ഞെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല. വൃദ്ധയെയും യുവാവിനെയും ചോദ്യം ചെയ്തെങ്കിലും അവരുടെ കഥ തെള്ളിക്കളഞ്ഞ് ഇവർ ഒരു മാനസിക രോഗികൾ ആയിരിക്കാം എന്ന് പോലീസ് കരുതി. അന്ന് രാത്രി ദ ബീജിംഗ് ഈവനിംഗ് ന്യൂസും ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തു. വൃദ്ധയെയും യുവാവിനെയും ടിവിയിൽ ലൈവായി അഭിമുഖം നടത്തി. 2 ദിവസങ്ങൾക്ക് ശേഷം കാണാതായ ബസ് പോലീസ് കണ്ടെത്തി. ഫ്രാഗ്രൻസ് ഹിൽസിൽ നിന്ന്, അതായത് ബസ് നമ്പർ 375ന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള മിയോൺ റിസർവോയറിൽ അത് മുങ്ങിയ നിലയിൽ കണ്ടെത്തി. ബസിനുള്ളിൽ ജീർണിച്ച 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ബസ് ഡ്രൈവർ, വനിതാ കണ്ടക്ടർ, അജ്ഞാതനായ മറ്റൊരാൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് നിരവധി ദുരൂഹതകൾ ഉണ്ടായിരുന്നു. മിയോൺ റിസർവോയറിലേക്ക് പോകാൻ ബസിന് ആവശ്യത്തിന് പെട്രോൾ ഇല്ലായിരുന്നു. പോലീസ് പെട്രോൾ ടാങ്ക് തുറന്നപ്പോൾ അതിൽ രക്തം നിറഞ്ഞതായി കണ്ടെത്തി. കാണാതായ 2 ദിവസത്തിന് ശേഷം മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും അവ വളരെ ജീർണിച്ച നിലയിലായിരുന്നു. വേനൽക്കാലമാണെങ്കിൽ പോലും അഴുകൽ പ്രക്രിയ ഇത്ര വേഗത്തിലാകില്ല.
മൃതദേഹങ്ങളിൽ ബോധപൂർവമായ ഇടപെടൽ നടന്നിട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടം സ്ഥിരീകരിച്ചു. എങ്ങനെയാണ് ഇവരുടെ ഡെഡ് ബോഡീസ് ഇത്ര പെട്ടെന്ന് അഴുകിയത്? മിയോൺ റിസർവോയറിലേക്കുള്ള എല്ലാ റോഡുകളിലെയും CCTV ക്യാമറ ഫുട്ടേജസ് പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും അവയിലൊന്നിലും ബസ് കണ്ടില്ല. വാസ്തവത്തിൽ അവർ അസാധാരണമായ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. തങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കടന്ന് 100 കിലോമീറ്റർ അകലെയുള്ള റിസർവോയറിൽ എന്തിനാണ് ആ ബസ് പോയത്? ആരും കാണാതെ, ഒരു CCTVയിലും പതിയാതെ എങ്ങനെ ബസ് അവിടെ എത്തി? ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ലാതെ പെട്രോൾ ടാങ്കിൽ രക്തം നിറഞ്ഞത് എങ്ങനെ? ഇതിനെല്ലാം കാരണം ആ ബസ്സിലുണ്ടായിരുന്ന അജ്ഞാതരായ 3 പേരായിരുന്നു. അവർ ശരിക്കും പ്രേതങ്ങൾ തന്നെയായിരുന്നു. ഇന്നും ഈ സംഭവം ഉത്തരം കിട്ടാത്ത ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു.